ഒരു കാര്യം കൂടി റോഷിപാൽ ഒരു വിദൂര സാധ്യതയാണ് എങ്കിലും ഈ അന്വേഷണത്തിന് നമ്മളും ആ കുഞ്ഞിനെ കണ്ടെത്തുന്നതിനായി ഒപ്പം നിൽക്കുകയാണ്. അതിൽ ഒരു വിദൂര സാധ്യതയാണെങ്കിൽ പോലും ആ ട്രെയിനിൽ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാർ ആ ബോഗിയിൽ, അതായത് ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങി വന്ന യാത്രക്കാരുടെ, അതായത് കന്യാകുമാരിയിൽ അവസാന സ്റ്റോപ്പിൽ ഇറങ്ങിയ യാത്രക്കാരുടെ CCTV ദൃശ്യങ്ങൾ, ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങിയ എഞ്ചിനോട് തൊട്ടുചേർന്നുള്ള 2 ബോഗികളിൽ നിന്നിറങ്ങിയ ആളുകളുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവരെ ആരെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാലും ഈ കുഞ്ഞ് അവിടെ ഇറങ്ങിയോ അല്ലെങ്കിൽ ഈ കുഞ്ഞ് അതിന് മുൻപുള്ള ഇരണിയയിലോ എവിടെയെങ്കിലും ഇറങ്ങിയോ എന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയില്ലേ? അങ്ങനെയുള്ള മറ്റാളുകളിലേക്ക്, ഒപ്പം യാത്ര ചെയ്തിരുന്ന ആളുകളെ കണ്ടെത്താനുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ അന്വേഷണം നീങ്ങുന്നുണ്ടോ? സുജയ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാണുന്നതാണ് RPFന്റെ ഓഫീസ്. ഇവിടെ നമുക്ക് ഇവിടെ എത്ര CCTV ക്യാമറ ഉണ്ടെന്നടക്കം പരിശോധിക്കണം. ഒന്ന്, വലിയൊരു റെയിൽവേ സ്റ്റേഷനിലാണ് കന്യാകുമാരി. അതുകൊണ്ട് തന്നെ ഇവിടെ CCTV ക്യാമറകൾ വളരെ കുറവാണ്. ഇത് ഈ കെട്ടിടമാണ്, ഓഫീസ് കെട്ടിടം. ഈ ഓഫീസ് കെട്ടിടത്തിൽ മാത്രമാണ് CCTV ഉള്ളത്. പ്ലാറ്റ്ഫോമിൽ CCTV ക്യാമറകൾ ഇല്ല എന്നതാണ് വലിയൊരു പ്രതിസന്ധി. ഇതിൽ ഈ CCTV ക്യാമറയിൽ പെടാതെ തന്നെ ഈ ഒരു അരികിലൂടെ തന്നെ പുറത്തേക്ക്, പ്ലാറ്റ്ഫോമിൽ നിന്നും പുറത്തേക്ക് പോകാൻ പറ്റുമെന്നതാണ്. ഈ RPFന്റെ ഓഫീസിന് അരികിലൂടെയോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ നിന്നും ഡയറക്റ്റ്, ഈ സുരക്ഷാ മതിൽക്കെട്ടുകളൊന്നുമില്ല പ്ലാറ്റ്ഫോമിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ഒരു യാത്രക്കാരന് പ്ലാറ്റ്ഫോമിന് പുറത്തേക്ക് ഈ CCTV ക്യാമറയിൽ പെടാതെ തന്നെ പുറത്തേക്ക് കടക്കാൻ പറ്റും എന്ന ഒരു പ്രശ്നവുമുണ്ട്. അങ്ങനെ കുറേ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഏതായാലും പരിശോധന പൂർത്തിയായിട്ടില്ല. ഈ പ്ലാറ്റ്ഫോം, ഇപ്പോൾ നമ്മൾ കാണുന്ന പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് RPF ഓഫീസിന് മുന്നിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ CCTV ക്യാമറയിൽ പകർത്തപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും നിലവിൽ ഇവിടെ പകർത്തിയ ദൃശ്യങ്ങൾ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുന്നുണ്ട്. ഈ സമയത്ത് ഏതായാലും കൂടുതൽ ട്രെയിനുകൾ കന്യാകുമാരിയിൽ എത്താറില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഈ ക്യാമറയ്ക്ക് മുന്നിലൂടെ കടന്നുപോയ ആളുകളെ പരിശോധിച്ച് കണ്ടെത്തി ഏത് കമ്പാർട്ട്മെൻറ്റിലാണോ സഞ്ചരിച്ചത്, അങ്ങനെ അവർക്കൊപ്പം ഈ കുട്ടി ഈ റെയിൽവേ സ്റ്റേഷൻ വരെ ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. അതൊരു സാധ്യതയാണ്. പക്ഷേ കൂടുതൽ യാത്രക്കാരെ, ഈ ട്രെയിനിൽ സഞ്ചരിച്ച യാത്രക്കാരെ മുഴുവൻ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടി വരും. പക്ഷേ ഇതിന് കുറച്ച് സഹായകരമായ കാര്യങ്ങൾ, ഈ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ യാത്രക്കാർ എത്താറില്ല. വലിയ തിരക്കില്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടെ, അതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും ഒരുപക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം. ആ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് ആ ട്രെയിൻ 3:25 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ട്രെയിൻ എത്തിയപ്പോൾ ആ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാർ ആരൊക്കെ, അവരെ തിരിച്ചറിയാൻ കഴിയുമോ എന്നത് പരിശോധിക്കും. അത് പരിശോധിച്ചതിന് ശേഷം അവരുമായി ആശയവിനിമയം നടത്താൻ പറ്റുമോ എന്നതടക്കമുള്ള ആ സാധ്യതകളും എന്തായാലും പോലീസ് സംഘം തള്ളിക്കളയുന്നില്ല. കാരണം കുട്ടി പുറത്ത് കണ്ടു എന്ന് ഏതാണ്ട് രാവിലെ 5:30 ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശത്തുകൂടെ പോകുന്ന പ്രധാന പാതയ്ക്ക് അരികിൽ കണ്ടു എന്ന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയാണ്. ഏതാണ്ട് 5:30 സമയം, കുറച്ച് ഇരുട്ട് പരക്കുന്ന സമയമാണ്. ആ കുട്ടി, അത് ഈ ഡ്രൈവർ കണ്ടത് ആ കുട്ടി തന്നെ ആകണമെന്നില്ല എന്ന ഒരു തരത്തിലുള്ള നിഗമനവുമുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. പക്ഷേ അവിടെയുള്ള നേരെ തൊട്ടു മുന്നിലുള്ള ഹോട്ടലിലെ CCTV ബാക്കപ്പ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊരു വലിയ പ്രതിസന്ധിയായി മാറി. അതുകൊണ്ട് നേരെ മറിച്ച് ആ ഹോട്ടലിലെ ക്യാമറയിൽ കുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി എങ്ങോട്ടേക്കാണ് പോയതെന്ന് കൃത്യമായി അറിയാൻ പറ്റും. ബീച്ച് ഭാഗത്തേക്കാണോ, വലത് ഭാഗത്തേക്ക് തിരിഞ്ഞാൽ അത് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന റോഡ്, ഇടത് ഭാഗത്തേക്ക് തിരിയുമ്പോൾ അതുവഴി പ്രധാന പാതയിലൂടെ നാഗർകോവിൽ അടക്കമുള്ള മേഖലകളിലേക്ക് കടക്കാനും പറ്റും. അങ്ങനെയുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പരിശോധിക്കാൻ അന്വേഷണത്തിന് കുറച്ചുകൂടെ സഹായകരമാകുമായിരുന്നു. പക്ഷേ അവിടെ CCTV ഇല്ല. ഏതായാലും മറ്റിടങ്ങളിൽ, ഈ പ്രധാന പാതയിൽ പലയിടങ്ങളിലും പരിശോധിക്കുമ്പോൾ ആ CCTV ദൃശ്യങ്ങളിലൊന്നും കുട്ടി ഇല്ല. അതുകൊണ്ട് കൂടുതൽ ദൂരേക്ക് കുട്ടി പോയിട്ടില്ല. ഒരുപക്ഷെ ഇവിടെ വന്നാൽ തന്നെ ഇവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ വീണ്ടും തിരിച്ചു പോയോ എന്നടക്കമുള്ള, അതായത് റോഷിപാൽ, എഞ്ചിനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ, ഐലൻഡ് എക്സ്പ്രസിൽ എഞ്ചിനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ 3-ാമത്തെയും 4-ാമത്തെയും കോച്ചാണ്. ആ കോച്ച് പൊസിഷനിൽ CCTVകൾ എന്തെങ്കിലും ഉണ്ടോ? സുജയ, നമ്മൾക്ക് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നേരിട്ട് ഈ ട്രെയിനിനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറകൾ, നിരീക്ഷണ ക്യാമറകളില്ല. അതൊരു പ്രധാന വെല്ലുവിളിയാണ്. യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് പോകുന്നത് പകർത്താനുള്ള സംവിധാനങ്ങളാണ് നിലവിലുള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന യാത്രക്കാർ പുറത്തേക്ക് പോകുമ്പോൾ അവർ പ്രധാന കെട്ടിടത്തിലൂടെ അവർ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ക്യാമറകൾ, പ്രധാനപ്പെട്ട കെട്ടിടത്തിൽ ക്യാമറകളുണ്ട്. ആ ക്യാമറകളിലൂടെ ഈ പ്ലാറ്റ്ഫോം
പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്ന യാത്രക്കാരുടെയും പുറത്തേക്ക് പോകുന്ന യാത്രക്കാരുടെയും ഇനി റോഡിൽ നിന്നും ഈ കാർപോർട്സിലേക്ക് വരുന്ന യാത്രക്കാർ ഇറങ്ങുന്ന വാഹനത്തിൽ ഇറങ്ങുന്ന ദൃശ്യങ്ങളടക്കം പകർത്താൻ സാധിക്കും. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന കെട്ടിടത്തിന് പുറത്തുകൂടെ അതിനരികിലൂടെ പുറത്തേക്ക് പോകുന്ന യാത്രക്കാരെ പകർത്താൻ പറ്റില്ല. ഒപ്പം എൻജിൻ അവിടെ നിർത്തുന്ന അല്ലെങ്കിൽ ട്രെയിനുകൾ നിർത്തുന്ന സ്ഥലത്ത് CCTV ക്യാമറകളില്ല. അത് ഒരു വെല്ലുവിളിയാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൂടുതൽ യാത്രക്കാർ ഇറങ്ങുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ, അത്ര തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ, അതുകൊണ്ട് യാത്രക്കാർ നന്നേ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് 3:25 ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് ആ യാത്രക്കാരെ കണ്ടെത്തുകയും അവരുമായി സംസാരിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ അവർ ഈ കുട്ടി സഞ്ചരിച്ച കമ്പാർട്ട്മെൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത സീറ്റിൽ കുട്ടി ഉണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ കുട്ടി ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ മുൻപുള്ള മറ്റേതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയോ എന്ന കാര്യം ഉറപ്പുവരുത്താൻ കഴിയും. ഏതായാലും പാറശാല വരെ കുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്നു, ഉറപ്പായി കഴിഞ്ഞു. അതിനുശേഷമുള്ള റെയിൽവേ സ്റ്റേഷൻ, നാഗർകോവിൽ അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനിലെ സാധ്യത ഒരു ഭാഗത്ത് പരിശോധിക്കുന്നു. ഇനി കന്യാകുമാരിക്ക് മുമ്പ് കുട്ടി മറ്റെവിടെയെങ്കിലും ട്രെയിനിൽ നിന്നും ഇറങ്ങിയോ എന്ന് ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്താനുള്ള ഒരു സാധ്യതയാണ്, ആ സാധ്യതയാണ് മുന്നിലുള്ളത്. അതിന് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെയാണ്, സുജയ് ചൂണ്ടിക്കാണിച്ചതുപോലെയാണ്, കൃത്യമായി ഈ യാത്രക്കാരെ പരിശോധിക്കുകയും യാത്രക്കാരെ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് നിർണായകമായ ഒരു വഴിത്തിരിവാവുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോഴും തിരുവനന്തപുരത്ത് നിന്നും എത്തിച്ചേർന്ന തുമ്പ പോലീസ് സംഘം അവർ ഇപ്പോഴും അവിടെ CCTV ദൃശ്യങ്ങൾ RPFൻ്റെ ഓഫീസിൽ പരിശോധിക്കുകയാണ്.